പി വി കുട്ടൻ ഒരിക്കൽ കൂടി കൽപ്പറ്റയിൽ നിന്ന് ചേരുന്നുണ്ട്. കുട്ടൻ, രണ്ട് പ്രധാനപ്പെട്ട യോഗങ്ങൾ ഇനി കളക്ടറേറ്റ് കേന്ദ്രീകരിച്ച് നടക്കാനിരിക്കുന്നു. ഒന്ന്, അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്ന ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച, അതിനുശേഷം സർവകക്ഷി യോഗം. കാവ്യ, രാവിലെ കൽപ്പറ്റയിലെത്തിയ മുഖ്യമന്ത്രി ആദ്യം ഗസ്റ്റ് ഹൗസിൽ വെച്ച് മന്ത്രിമാരുമായി ഒരു അനൗപചാരിക യോഗം നടത്തിയിരുന്നു. ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ, ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതിന് വേണ്ടി. അതിനുശേഷം ഇപ്പോൾ വയനാട് കലക്ടറേറ്റിലേക്ക് എത്തി, കൽപ്പറ്റയിലെ കലക്ടറേറ്റിലേക്ക് എത്തി. ഇവിടെ ഇപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് യോഗങ്ങൾ നടക്കുകയാണ്. ആദ്യത്തെ യോഗം മന്ത്രിമാരും അതോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമൊക്കെ പങ്കെടുക്കുന്ന യോഗമാണ്. കഴിഞ്ഞ ഈ ദുരന്തം നടന്ന ഘട്ടം മുതൽ ഈ ദിവസം വരെയുള്ള രക്ഷാപ്രവർത്തനങ്ങളുടെ പുരോഗതി, ഇനി എന്തൊക്കെ കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്തൊക്കെ നടത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ യോഗത്തിൽ തീരുമാനിക്കും. അതിനുശേഷമാണ് സർവകക്ഷി യോഗം നടക്കുന്നത്. സർവകക്ഷി യോഗത്തിനകത്ത് മന്ത്രിമാർ പങ്കെടുക്കും, MLA മാർ, അതോടൊപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ പങ്കെടുക്കും. കേരളം ഇതുവരെ കാണാത്ത ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വയനാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ നാടൊന്നാകെ ഒറ്റക്കെട്ടായി കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് വയനാട്ടിലെത്തി സുരക്ഷാ പ്രവർത്തനവും അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനവും അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമൊക്കെ ഏകോപിപ്പിക്കുന്നത് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഈ ദുരന്തം നടന്ന ആ ഘട്ടം മുതൽ, ആ സമയം മുതൽ മുഖ്യമന്ത്രി തന്നെയാണ് നേരിട്ട് പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നത്. അതിൻ്റെയൊക്കെ റിസൾട്ട് ഈ സമയത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇത്രയും പേർ ഈ വളരെ പ്രതികൂലമായ കാലാവസ്ഥയിൽ പോലും ഒറ്റപ്പെട്ടിട്ട് പോലും അവിടേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ട് പോലും വളരെ പെട്ടെന്ന് തന്നെ പറ്റാവുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പരമാവധി പേരെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മുണ്ടക്കൈയിലേക്കൊക്കെ താൽക്കാലിക പാലം നിർമ്മിച്ചുകൊണ്ടും എയർ ലിഫ്റ്റിംഗ് നടത്തിക്കൊണ്ടുമൊക്കെ അവിടെ കിടക്കുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറ്റിയിരുന്നു. ചൂരൽമലയിലും അതേ തരത്തിലുള്ള ആശ്വാസ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി പറ്റി. അതിനുശേഷം ഇവരെ ക്യാമ്പുകളിലേക്ക് പാർപ്പിച്ച്, ഈ രക്ഷപ്പെട്ടവരെ ക്യാമ്പുകളിലേക്ക് പാർപ്പിച്ചിരിക്കുകയാണ്. 8000-ലധികം പേരാണ് ഈ മേപ്പാടി ഭാഗത്തുള്ള 80-ലധികം ക്യാമ്പുകളിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അവർക്കൊക്കെ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു വിലയിരുത്തലുകൾ, ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം, അതോടൊപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനം, ദുരന്തം നടന്ന സ്ഥലത്ത് ഇനിയും തിരച്ചിൽ നടത്തേണ്ടതുണ്ട്. ഇതുവരെ അവിടെ മനുഷ്യസാധ്യമായ കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. കാരണം ഈ പുഴയിൽ വെള്ളം കയറി പാലം ഒലിച്ചു പോയതിനാൽ തന്നെ, പാലം തകർന്നതിനാൽ തന്നെ മറുഭാഗത്തേക്ക് മുണ്ടക്കൈയിലേക്ക് എത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സൈന്യത്തിൻ്റെ പാലം വരുന്നതോടുകൂടി തന്നെ അവിടേക്ക് കൂടുതൽ യന്ത്രസാമഗ്രികൾ എത്തിച്ചുകൊണ്ട് അവിടുത്തെ പരിശോധനകൾ ഊർജിതമാക്കാൻ പറ്റും. അതിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ പുരോഗതിയുടെ വിലയിരുത്തൽ കൂടി ഇന്നത്തെ യോഗത്തിലുണ്ടാകും. പി വി കുട്ടനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ യോഗം നടക്കുന്ന കൽപ്പറ്റയിൽ കളക്ട്രേറ്റ് പരിസരത്ത് നിന്നാണ് കുട്ടൻ ഈ വിശദാംശങ്ങൾ നൽകിയത്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. ഈ വെള്ളാർമല സ്കൂളിൻ്റെ ഭാഗത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു സുപ്രധാന വിവരം, ഈ സാധാരണഗതിയിൽ വയനാട്ടിൽ ഇത്തരത്തിലുള്ള ദുരന്തം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയ്ക്കുള്ള മഴക്കെടുതികൾ ഉണ്ടാകുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ദുരിതാശ്വാസ ക്യാമ്പായിരുന്നു ഈ വെള്ളാർമല സ്കൂൾ എന്ന് പറയുന്നത്. ആ സ്കൂൾ ഇപ്പോൾ ഒരു ഇഞ്ചു ബാക്കിയില്ലാതെ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയത്. ആ സ്കൂളിന്റെ പരിസരത്തെ വീടുകൾ എന്ന് പറയുന്നതും ഈ ക്യാമ്പിലേക്ക് വരുന്നവർക്ക് വലിയ ആശ്വാസം നൽകുന്ന കാര്യമായിരുന്നു.